സജന, നിങ്ങൾ ഈ കാണിക്കുന്നത് വളരെയധികം ചെറ്റത്തരമല്ലേ? കഴിഞ്ഞ ദിവസം നിങ്ങളെയൊക്കെ സപ്പോർട്ട് ചെയ്ത ഒരു വീഡിയോ ഇട്ട ആളാണ് ഞാൻ. ഇപ്പോൾ സത്യം പറഞ്ഞാൽ അതിലൊക്കെ ഖേദിക്കുകയാണ് ചെയ്യുന്നത്. വിഷയം വേറെ ഒന്നുമല്ല. സജന നൂർ അറിയാലോ നിങ്ങൾക്ക് എല്ലാവർക്കും. അതായത് നമ്മുടെ ബിഗ് ബോസിലൂടെയും മറ്റ് ഷോയിലൂടെയൊക്കെ പ്രശസ്തി ആർജിച്ചൊരു സ്ത്രീയാണ് സജന നൂർ. ഇവർ ആദ്യം ഒരു വിവാഹം കഴിച്ചു, അതിൽ ഇവർ ഡിവോഴ്സായി. രണ്ടാമത് ഫിറോസ് ഖാൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ വിവാഹം കഴിച്ചു. അതിലും ഇവര് ഡിവോഴ്സ് ആയിട്ടില്ല, ഇവര് അതിന്റെ കേസ് കൊടുത്തിരിക്കുകയാണ്. അതിനിടയ്ക്ക് ഇവര് കഴിഞ്ഞ കുറച്ച് ആഴ്ചകൾക്ക് മുമ്പ് കുറച്ച് കാര്യങ്ങളൊക്കെ വന്ന് ഫിറോസ് ഖാനെ കുറിച്ച് വന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അതിലൊക്കെ നമ്മളും ഖേദിച്ച് നമ്മളും അതിനെക്കുറിച്ചൊക്കെ നമ്മൾ അതിന്റെ നമ്മുടേതായ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞതാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു സജന ഒരു പോസ്റ്റ് ഇൻസ്റ്റാഗ്രാമിലൂടെ ഷെയർ ചെയ്തിരിക്കുകയാണ്. മറ്റൊന്നുമല്ല, അതിനകത്ത് കൊടുത്തിരിക്കുന്നത്, അതായത് ഈ പോസ്റ്റിൽ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സജന നൂറിന്റെ ഒരു പടം വിത്ത് ആരുടെ കൂടെ, റസൂൽ പൂക്കുറ്റിയായിട്ട്. റസൂൽ പൂക്കുറ്റിയുടെ ഒരു പടം, പിന്നെ വയറ് പിടിച്ചിട്ട് നിൽക്കുന്നു, അതിനകത്ത് 9 വീക്സ് എന്ന് കാണിക്കുന്നു, പിന്നെ ഒരു കുഞ്ഞ് ബീജത്തിന്റെ പോലത്തെ ഒരു പിക്ചറും കൂടി കൊടുത്തിരിക്കുന്നു. അതിന്റെ അർത്ഥം എന്താണ്? അതിന്റെ അർത്ഥം എന്താണ്? 9 വീക്സ് പ്രഗ്നന്റ് ആണ്, അതായത് 2 മാസം ഒരാഴ്ചയും പ്രഗ്നന്റ് ആണെന്നാണ് സജന ഇതിൽ വിശദീകരിക്കുന്നത്. പക്ഷെ ഇപ്പോൾ നിങ്ങൾ ആ പേജിൽ ആ ഫോട്ടോ പോയി നോക്കിക്കഴിഞ്ഞാൽ കാണില്ല കേട്ടോ. പുള്ളിക്കാരി അപ്പൊ തന്നെ അങ്ങ് ഡിലീറ്റ് ആക്കും. അതാണ് പുള്ളിക്കാരിയുടെ ഒരു സ്വഭാവം. കാരണം എല്ലാ ഇതിനകത്തും അങ്ങനെ തന്നെ. കഴിഞ്ഞ പ്രാവശ്യം ഈ ഫിറോസ് ഖാനെ കുറിച്ച് കുറെ വിവാദങ്ങൾ ഇവർ വന്ന് പറഞ്ഞിരുന്നു. അതിനുശേഷം കുറച്ചു നേരം കഴിഞ്ഞ് നോക്കിയപ്പോൾ ഇവർ ആ പോസ്റ്റ് അങ്ങ് ഡിലീറ്റ് ആക്കി. അതായത് ഇവർ ഉദ്ദേശിക്കുന്നത് എന്താണ്? എന്തായാലും നമുക്ക് വിഷയത്തിലോട്ട് കടക്കാം. പ്രസന്റ്ലി പോയിക്കൊണ്ടിരിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ സജനനെ കുറിച്ച് നമുക്ക് തന്നെ ആദ്യം പറയാം. സജന എന്ന് പറയുന്ന വ്യക്തി ആദ്യം ഒരു വിവാഹം ചെയ്തതാണ്, അതിലൊരു കുഞ്ഞുണ്ട്. രണ്ടാമതാണ് ഫിറോസ് ഖാൻ എന്ന് പറയുന്ന വ്യക്തിയെ വിവാഹം കഴിക്കുന്നത്. ഈ വ്യക്തിയുമായിട്ടാണ് ഈ താരം ബിഗ് ബോസിൽ എത്തിയതും അതിനകത്തൊരു ഫെയിം ആർജിച്ചതും പിന്നെ മറ്റ് ഷോകളും സീരിയലുകളിലൊക്കെ വന്നത് ഈ ഒരു ഫീൽഡിലൂടെ തന്നെയാണ്. ഈ ഫിറോസ് ഖാനിലും ഒരു കുഞ്ഞുണ്ട്. ആ കുഞ്ഞിനെ പ്രസവിക്കാനിരിക്കെ തന്നെ സജന ഒരുപാട് പീഡനങ്ങള് ഫിറോസ് ഖാനിൽ നിന്ന് ഏറ്റു എന്ന് പറഞ്ഞിട്ടാണ് കഴിഞ്ഞ കുറച്ച് ആഴ്ചകൾക്ക് മുമ്പ് കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് സജന സോഷ്യൽ മീഡിയയിൽ വന്ന് പറഞ്ഞത്. അതിനൊക്കെ നമ്മൾ സപ്പോർട്ട് ചെയ്താണ്. കാരണം ആ പെൺകുട്ടി ആ സമയത്ത് ഇത്രയും പീഡനങ്ങളൊക്കെ ഭർത്താവിൽ നിന്ന് അനുഭവിച്ചല്ലോ, ഒരു സ്വന്തം കുഞ്ഞിനെ കാണാനുള്ള അവസരം ഫിറോസ് ഖാൻ നിഷേധിച്ചല്ലോ എന്നൊക്കെ പറഞ്ഞ് നമ്മളൊക്കെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ട് നമ്മൾ പറഞ്ഞതാണ്. അന്ന് ഞാനും ചോദിച്ചിട്ടുണ്ടായിരുന്നു, സ്വന്തം കുഞ്ഞിനെ കാണാൻ പാടില്ല എന്ന് ഫിറോസ് ഖാന് പറയാൻ ആരാണ് അധികാരം കൊടുത്തത് എന്നതിനെ കുറിച്ച് ഞാനും ചോദിച്ചൊരു കാര്യം തന്നെയാണ്. പക്ഷെ ഇപ്പോൾ അന്ന് പറഞ്ഞതിൽ അല്പമെങ്കിലും ഖേദിക്കുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഇങ്ങനെ ഒരു വ്യക്തിയാണോ? ഇവരുടെ ഉദ്ദേശം എന്താണ്? അതേപോലെ തന്നെ ഇതിലൂടെ തെളിഞ്ഞു വരുന്നത് എന്താണ്? ഫിറോസ് ഖാൻ പറയുന്നതിലും സത്യമുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ടത്. അതായത് ഇപ്പോൾ സജന നൂറിന് 2 മക്കളാണുള്ളത്. ഇനി റസൂൽ പൂക്കുറ്റിയുടെ കാര്യം നമുക്ക് പറയാം. കാരണം ഇതിൽ കൊടുത്തിരിക്കുന്ന ആള് റസൂൽ പൂക്കുറ്റിയാണല്ലോ. ഓൾറെഡി സോഷ്യൽ മീഡിയയിലൊക്കെ തന്നെ പറയുന്നുണ്ട് റസൂൽ പൂക്കുറ്റിയായിട്ട് ഇവർക്ക് റിലേഷൻ ഉണ്ട്. ഇവർ തന്നെ വന്ന് പറയുന്നുണ്ട് ഇവർക്ക് റിലേഷൻ ഉണ്ട്, റസൂൽ പൂക്കുറ്റിയുടെ 3-4 കൊല്ലങ്ങളായിട്ട് ബന്ധമുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഇവർ തന്നെ വന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് പറയാന്ന് വെച്ചാൽ റസൂൽ പൂക്കുറ്റിനെ കുറിച്ച് എടുക്കാം. റസൂൽ പൂക്കുറ്റി എന്ന് പറയുന്ന ഒരു അവാർഡ് ജേതാവാണ്, അറിയാലോ. അവാർഡ് ജേതാവാണ് റസൂൽ പൂക്കുറ്റി. ഈ റസൂൽ പൂക്കുറ്റിക്ക് ഒരു ഭാര്യയുമുണ്ട്, 2 ആൺപെൺ മക്കളും ഉണ്ട്. ഭാര്യയ്ക്ക് എന്തോ രോഗമായിട്ട് കിടപ്പിലാണ് എന്നൊക്കെയാണ് അറിയാൻ സാധിക്കുന്നത്. എന്നാൽ 2 മക്കളുണ്ട്. സ്കൂളിൽ പോകുന്ന മക്കളല്ലേ, ആ കുട്ടികളെ കുറിച്ചെങ്കിലും ഇവരെ പോലുള്ള സ്ത്രീകൾക്ക് ഇതൊക്കെ ഒന്ന് ആലോചിച്ചൂടെ? സ്ത്രീനെ മാത്രം കുറ്റം പറയുന്നില്ല, ഈ ആണിനും ഇതൊക്കെ ബാധകമുള്ള കാര്യം തന്നെയാണ്. സജനയോട് ചോദിക്കേണ്ട ഒരേ ഒരു കാര്യം തന്നെ, സജനയ്ക്ക് 2 മക്കളുള്ളതല്ലേ? ഈ പറയുന്ന റസൂൽ പൂക്കുറ്റിക്കും 2 മക്കളുള്ളതല്ലേ? ഈ സജനയുടെ മക്കൾക്കും ഈ റസൂൽ പൂക്കുറ്റിയുടെ മക്കൾക്കും നിങ്ങൾ ഇതുപോലുള്ള പോസ്റ്റും കാര്യങ്ങളൊക്കെ ഇടാൻ നേരത്ത് ആ കുട്ടികൾക്ക് ഒരു മാനക്കേടാവില്ലേ? ആ കുട്ടികൾ സ്കൂളിലും മറ്റും പോകുന്ന മക്കളല്ലേ? നിങ്ങൾ എന്ത് ഉദ്ദേശിച്ചാണ് നിങ്ങൾ ഈ കാണിക്കുന്നത്? ആ കുഞ്ഞു മക്കളോട് കാണിക്കുന്ന നീതി ആണോ ഇതൊക്കെ? നിങ്ങൾക്ക് എന്ത് അപരാധത്തിന് വേണമെങ്കിലും പോവാം, എന്നിട്ട് അതിന്റെ പഴയൊക്കെ കേൾക്കേണ്ടി വരുന്ന മക്കളാണ്. അതെന്താ നിങ്ങൾ ആലോചിക്കാത്തത്? നിങ്ങൾക്ക് എന്ത് തോന്നിവാസവും കാണിക്കാം എന്നൊരു രീതിയിൽ. ഈ കുഞ്ഞുമക്കൾക്ക് നിങ്ങൾ ജന്മം കൊടുത്തിട്ട് നിങ്ങൾക്ക് ഈ മക്കളൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾ ഏത് വഴിക്ക് പോട്ടെ, എന്താ കുഴപ്പം? പക്ഷെ ഈ മക്കള്, സ്കൂളിൽ പോകുന്ന മക്കൾ എന്തുമാത്രം ട്രാജിക് സിറ്റുവേഷനിലായിരിക്കും അവർ കടന്നു പോകേണ്ടത്. നിങ്ങൾ എന്ത് ഇതിനെ കുറിച്ചൊന്നും ആലോചിക്കാത്തത്? വളരെ കഷ്ടം തന്നെ, വളരെയധികം നാണക്കേട് തന്നെ നിങ്ങൾ ഈ കാണിച്ചു കൂട്ടുന്നത്. അതുമല്ല, നിങ്ങളൊരു ഇസ്ലാം മതമല്ലേ? ആ ഇസ്ലാം മതത്തിന്റെ ആചാരങ്ങൾക്കെല്ലാം എതിരല്ലേ നിങ്ങൾ ഈ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്? ആ ഇസ്ലാം മതത്തിൽ നിങ്ങളുടെ ഇതിനകത്ത് പറയുന്നുണ്ടോ? നിങ്ങൾ എന്തൊക്കെയാണ് ഈ കാണിച്ചു കൂട്ടുന്നത്? അതേപോലെ തന്നെ നിങ്ങൾ ഓർക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്.
ഫിറോസ് ഖാൻ എന്ന് പറയുന്ന നിങ്ങളുടെ രണ്ടാം ഭർത്താവ്, അയാളുമായിട്ട് ഇതുവരെയായിട്ടും നിങ്ങൾ ഡിവോഴ്സ് ആയിട്ടില്ല. അത് നിങ്ങൾ മറന്നു പോകുന്നുണ്ടോ? അതേപോലെ തന്നെ മറ്റൊരു കാര്യമാണ്, ഇപ്പോഴും നിങ്ങൾ ഫിറോസ് ഖാന്റെ ഭാര്യ തന്നെയാണ് നിയമപരമായിട്ട്. അപ്പോഴാണോ നിങ്ങൾ ഈ ചെറ്റത്തരൊക്കെ വന്ന് കാണിക്കുന്നത്? വളരെ മോശം, വളരെ മോശം. പോസ്റ്റിലൂടെ, അതായത് ഇതില് സജ്നാനൂർ ഉദ്ദേശിക്കുന്നത്, സജ്നാനൂർ ഗർഭിണിയാണ്, 9 വീക്സ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് സജ്നാനൂർ ഉദ്ദേശിക്കുന്നത്. ഈ പോസ്റ്റ് ഇവർ ഡിലീറ്റ് ചെയ്തു. ഈ പോസ്റ്റ് ഡിലീറ്റ് ചെയ്തതിലൂടെ നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? എനിക്ക് മനസ്സിലാകുന്നത്, നിങ്ങള് ഇതൊരു ത്രെട്ടനിങ്, അതായത് ഇത് ഈ റസൂൽ പൂക്കുറ്റിക്ക് വേണ്ടിയുള്ള ഒരു ഭീഷണിയായിട്ടാണ് നിങ്ങൾ ഈ പോസ്റ്റ് ഇട്ടെന്നാണ് എനിക്ക് മനസ്സിലാക്കുന്നത്. ഒന്നില്ലെങ്കിൽ അയാൾ നിങ്ങളെ തേച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങളോട് അയാൾ ഇപ്പോൾ താല്പര്യം കാണിക്കുന്നുണ്ടാവില്ല. അതുകൊണ്ട് നിങ്ങൾ അയാൾക്കൊരു ചെറിയ ഒരു പണി കൊടുക്കാമെന്ന് വിചാരിച്ച് നിങ്ങൾ ഈ പോസ്റ്റ് ഇട്ടേക്കണം. നിങ്ങൾ ഗർഭിണിയാണോ ഇല്ലയോ എന്ന് പോലും നമുക്കറിയില്ല. നിങ്ങൾ പറയുന്നുണ്ടല്ലോ, നിങ്ങളെ ഫോട്ടോ ഇട്ട ആ ബിരുദൻ, അതായത് റസൂൽ പൂക്കുറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഒന്നാന്തരം കോഴിയാണ്. ഇതുപോലെ ആരുമില്ലാത്ത സ്ത്രീകളെ, അല്ലെങ്കിൽ ഭർത്താവ് ഉപേക്ഷിച്ച സ്ത്രീകളായിട്ടൊക്കെ കണ്ടുപിടിച്ച് അവരായിട്ട് ബന്ധം കൂടി, ഇതൊക്കെ തന്നെയായിരിക്കും അദ്ദേഹത്തിന്റെ പരിപാടി. അപ്പൊ അയാൾ തേച്ച് എന്ന് വിചാരിച്ചിട്ട് അയാൾക്കൊരു പണി കൊടുക്കണം, അല്ലെ അയാൾക്കൊരു ഭീഷണിയാണോ? അതല്ലെങ്കിൽ ഈ റസൂൽ പൂക്കുറ്റിയുടെ ഭാര്യയ്ക്ക് വയ്യാതെ കിടക്കുന്നു എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒഴിവിലായിട്ട്, അതായത് മരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒഴിവിലോട്ട് ഉടൻ തന്നെ കയറാം എന്നൊരു ഇതിലാണോ നിങ്ങൾ ഇയാളെ ടാർഗറ്റ് ചെയ്യുന്നത്? അതായത് കൈ നിറച്ച് കാശാണല്ലോ റസൂൽ പൂക്കുറ്റിയുടെ കയ്യിൽ, പിന്നെ വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ, കാശ് ഉണ്ടായാൽ മതിയല്ലോ. ആ ഒരു തരത്തിലാണോ നിങ്ങൾ ഈ കോപ്രായ തരങ്ങളൊക്കെ വന്ന് കാണിക്കുന്നത്? ആ സ്ത്രീക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ പോസ്റ്റിലോട്ട് അങ്ങ് ഉടൻ തന്നെ ജോലിക്ക് കയറാം എന്ന് വിചാരിച്ചാണോ നിങ്ങൾ ഈ കിടന്ന് കാണിക്കുന്നത്? എൻ്റെ ഒരു വ്യക്തിപരമായ ഒരു അഭിപ്രായമാണ്. എനിക്ക് നിങ്ങളോട് കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തപ്പോൾ നിങ്ങളോട് എനിക്ക് കുറച്ച് ബഹുമാനവും കാര്യങ്ങളൊക്കെ തോന്നിയിരുന്നു. കാരണം നിങ്ങളുടെ 2 മക്കളെയും നിങ്ങൾ ജോലി ചെയ്ത് അവിടെ ഇവിടെ പണിക്ക് പോയിട്ടാണെങ്കിൽ നിങ്ങൾ ആ മക്കളെ വളർത്തുന്നുണ്ടല്ലോ എന്നൊരു കാര്യം നിങ്ങളൊരു ബഹുമാനം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ നിങ്ങൾ കാണിക്കുന്നത് ആ കുഞ്ഞുങ്ങളുടെ മാത്രമല്ല, ആ ഇപ്പുറത്ത് നിൽക്കുന്ന റസൂൽ എന്ന മക്കളുടെയും കൂടി ഭാവിനെ നിങ്ങൾ നശിപ്പിച്ച് കളയാനാണ് ശ്രമിക്കുന്നത്. എന്തായാലും നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പോസ്റ്റ് ഇടണമെങ്കിൽ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും സെക്ഷലി, അതായത് ലൈംഗികപരമായിട്ട് എന്തെങ്കിലും ബന്ധങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ ഇത്രയും ധൈര്യത്തോടെ നിങ്ങൾ ഈ പോസ്റ്റ് എന്തായാലും വന്നിട്ട് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുള്ളൂ. എന്നിട്ട് നിങ്ങൾ ആ പോസ്റ്റ് ഡിലീറ്റ് ആക്കുകയും ചെയ്ത്, അതായത് ഇത് കുറെ പേര് ഏറ്റെടുക്കണം, ഇതിനെ കുറിച്ച് സംസാരിക്കണം എന്നൊക്കെ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവും. അതുവഴി തനിക്ക് റസൂൽ പൂക്കുറ്റിയെ സ്വന്തമാക്കാം, അതായത് ഭാര്യയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ താൻ ഉണ്ട് എന്നൊരു സംഭവത്തിലോട്ട് തനിക്ക് എത്തിച്ചേരാം. അതല്ല താൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങളോട് പറയാനുള്ള മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ കളിക്കുന്ന ഈ നാറിയ കളികൾക്ക് നിങ്ങളുടെ മക്കളാവട്ടെ, ആ റസൂൽ പൂക്കുറ്റിയുടെ മക്കളാവട്ടെ, അവരെന്ത് പിഴച്ചു? അയാൾക്കൊരു കുടുംബമുള്ളതല്ലേ? ആ മക്കൾ എന്ത് പിഴച്ചു? അതാണ് നമ്മൾ നോക്കേണ്ടത്. ആ മക്കൾ എന്ത് പിഴച്ചു? ആ കുട്ടികൾ സ്കൂളിലും മറ്റൊക്കെ പോകുന്ന നേരത്ത് ആ കുട്ടികളുടെ മറ്റു സഹപാഠികളുടെ കയ്യിൽ നിന്ന് അവരെന്തുമാത്രം ഹറാസ്മെന്റ് ഏൽക്കേണ്ടി വരും? നിങ്ങൾ അതിനെ കുറിച്ചൊക്കെ ഒന്ന് ആലോചിച്ചിട്ടുണ്ടോ? നിങ്ങൾ ഈ കാണിക്കുന്ന, നിങ്ങൾക്ക് എന്ത് തെണ്ടിത്തരവും കാണിക്കാം, ഇതുപോലെ സോഷ്യൽ മീഡിയ വന്ന് പോസ്റ്റ് ചെയ്യാം, അങ്ങനെ പല തെണ്ടിത്തരങ്ങളും നിങ്ങൾക്ക് വന്ന് കാണിക്കാം. പക്ഷെ ആ കുഞ്ഞുങ്ങൾ എന്ത് പഴച്ചു? ആ കുഞ്ഞുങ്ങൾ എന്ത് തെറ്റ് ചെയ്തു നിങ്ങളോട്? അതേപോലെ തന്നെ നിങ്ങളും അയാളും കാണിക്കുന്ന സത്യം പറഞ്ഞാൽ വളരെയധികം എന്താ പറയാ, തെമ്മാടിത്തരമാണെന്നേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. കാരണം ഒരു കുടുംബത്തെയാണ് നിങ്ങൾ തകർക്കുന്നത്. കാര്യം എന്തൊക്കെ വന്നാലും ആ ഭാര്യ മരിച്ചൊന്നും പോയിട്ടില്ലല്ലോ, ഇപ്പോഴും ജീവനോടെ തന്നെ എല്ലാം അറിഞ്ഞു കേൾക്കുന്ന ആളായിട്ട് തന്നെ ഇപ്പോഴും ഈ ഭൂമിയിലുള്ള ആളല്ലേ. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യുന്നത്? ആ കുടുംബത്തിനെ തന്നെ തകർക്കാൻ, അവർക്ക് മാനസിക പിരിമുറുക്കങ്ങൾ ഉണ്ടാക്കാനൊക്കെ നിങ്ങൾ ഈ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഈ ചെയ്യുന്ന തെറ്റാണ്, നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. അതേപോലെ തന്നെ സജ്ന, ഒരു കാര്യം ചോദിക്കട്ടെ, ഇതുവരെയായിട്ടും ഈ റസൂൽ പൂക്കുറ്റി നിങ്ങളെ അംഗീകരിച്ചിട്ടുണ്ടോ? നിങ്ങൾ എവിടെയെങ്കിലും വന്ന് നിങ്ങളായിട്ട് റിലേഷൻഷിപ്പ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടോ? നിങ്ങൾ പലയിടത്തും വന്ന് പറഞ്ഞിട്ടുണ്ട് റസൂൽ പൂക്കുറ്റിയുടെ റിലേഷൻഷിപ്പിലാണെന്നുള്ള കാര്യം നിങ്ങൾ പലയിടത്തും വന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ റസൂൽ പൂക്കുറ്റി എവിടെയെങ്കിലും നിങ്ങൾ ചേർത്ത് പിടിച്ച് നിർത്തി പറഞ്ഞിട്ടുണ്ടോ? അതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പാടില്ല അയാൾ നിങ്ങളെ തേക്കുവാണെന്നുള്ള കാര്യം. എന്നിട്ട് ഇങ്ങനെയുള്ള ഓരോ പരിപാടികൾക്കും പോവുകയും ചെയ്യും. എന്നിട്ട് കുഞ്ഞുണ്ട്, മറ്റേയുണ്ട്, മറിച്ചുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പോസ്റ്റ് ഇടുകയും ചെയ്യും. ഇനി ഒരു പക്ഷേ ഈ പ്രഗ്നന്റ് ആണ് എന്ന് നിങ്ങൾ പറയുന്നത് പോലും ചിലപ്പോൾ ഒരു കള്ളത്തരമാകാം. കാരണം നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ഒരു കള്ളത്തരമാകാം. ചിലപ്പോൾ ഉണ്ടാകാം, ചിലപ്പോൾ ഇല്ലാതിരിക്കാം. പക്ഷെ എന്തായാലും ഇങ്ങനെ എന്തെങ്കിലും റിലേഷൻഷിപ്പ് ഉണ്ടായാൽ മാത്രമേ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് എന്ന് പറയാനുള്ള ഒരു ഇത് വരുള്ളൂ, എന്നൊരു ധൈര്യം നിങ്ങൾക്ക് വരുള്ളൂ. എന്തായാലും ആ ധൈര്യം നിങ്ങൾക്ക് അയാളിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ ഇപ്പൊ വന്ന് ഈ പോസ്റ്റ് ഇട്ട്
മെനയാൻ തുടങ്ങിയേക്കണത്. ഇതിന്റെ എല്ലാത്തിന്റെ സാരാംശം എന്ന് പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് അയാളെ കെട്ടണം. അയാൾ എങ്ങാനും തേച്ചോ ഇല്ലയോ, അല്ലെങ്കിൽ അയാൾ നിങ്ങൾ ഏതെങ്കിലും തരത്തിൽ അവോയ്ഡ് ചെയ്തോ, അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാകാം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അതിനുള്ള ഒരു സ്റ്റെപ്പാണ് നിങ്ങൾ ഇപ്പൊ വെച്ചുകൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ ഇതിൽ നിന്നും നമുക്കൊരു കാര്യം മനസ്സിലാക്കാം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫിറോസ് ഖാൻ കഴിഞ്ഞ ഇന്റർവ്യൂസിലൊക്കെ വന്ന് പറഞ്ഞിട്ടുണ്ട്, എന്റെ കുടുംബം തകർത്തത് ഇയാളാണ്, റസൂൽ പൂക്കുറ്റിയാണ് എന്നൊക്കെ വന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ ഈ കാണിക്കുന്ന കോപ്രായങ്ങളിലൂടെയൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫിറോസ് ഖാൻ പറഞ്ഞതിലും എന്തൊക്കെയോ സത്യങ്ങൾ ഉണ്ട് എന്ന് തന്നെയാണ്. നമുക്ക് മുഴുവനായിട്ടും സജ്നേനെയും വിശ്വസിക്കാൻ പറ്റില്ല. ഇനി ഇതിൽ കാണേണ്ട കുറെ കമന്റ് സെക്ഷൻ ഉണ്ട്. അതായത് ഇവരുടെ പോസ്റ്റിനിടയിൽ വന്നിട്ട് എല്ലാവരും വന്നിട്ട് കൺഗ്രാജുലേഷൻ 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 കമന്റ് ഇട്ട ആൾക്കാരോടൊക്കെ ഞാൻ വന്ന് ചോദിക്കുകയാണ്, നിങ്ങൾ എന്തുദ്ദേശത്തില്ല കൺഗ്രാജുലേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട്? ചിലപ്പോൾ വേണമെങ്കിൽ ആക്കിയതായിരിക്കാം, നമുക്ക് പറയാൻ പറ്റത്തില്ല. ഇവള് നേരെ ചൊവ്വേ കല്യാണം കഴിച്ചിട്ടാണോ ഒരു കുടുംബത്തിന് തകർക്കാൻ നോക്കിയിട്ടുള്ളതല്ലേ ഈ പെണ്ണി കിടന്ന് കാണിച്ചു കൂട്ടുന്നതൊക്കെ? എന്തായാലും കമന്റ് സെക്ഷനിൽ കുറെ റസൂൽ പൂക്കുറ്റിനെ കുറെ കളിയാക്കിക്കൊണ്ടുള്ള ഡയലോഗ്സും ഉണ്ട് കേട്ടോ. പക്ഷെ ഇനിയിപ്പോ അതൊന്നും കാണാൻ പറ്റത്തില്ല, കാരണം പുള്ളിക്കാരി അതങ്ങ് ഡിലീറ്റ് ആക്കി. കാരണം വെച്ചാൽ പുള്ളിക്കാരുടെ ആവശ്യം നടന്നോ, എല്ലാവരും തന്നെ ഈ സംഭവം ഒന്ന് ഏറ്റെടുത്തിട്ടുണ്ട്, സോഷ്യൽ മീഡിയയിൽ പരക്കം പാഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇനി ഇതിനെ കുറിച്ച് സംസാര വിഷയമാവും, അത് റസൂൽ പൂക്കുറ്റിക്ക് ഒരു പ്രശ്നമാകും. അങ്ങനെയാണെങ്കിൽ ഈ സജ്നാനൂർ ഉദ്ദേശിച്ച കാര്യങ്ങളെ ഏകദേശം നടപ്പിലാകും. എന്തായാലും ഈ പറയുന്ന സെലിബ്രിറ്റീസ് എന്ന് പറയുന്ന ആൾക്കാർ ഇപ്പൊ നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നാണം കെട്ടും ജീവിക്കാം എന്നൊരു കാര്യം തന്നെയാണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാകുന്നത്, അല്ലെ? അഭിമാനമില്ലാതെയും നമുക്ക് ഈ ലോകത്ത് ജീവിക്കാം. അഭിമാനം എന്നത് ഈ സെലിബ്രിറ്റീസിന് ഇല്ല എന്നൊക്കെ തന്നെയാണ് ആര് കാണിച്ചു തരുന്നത്? ഈ സെലിബ്രിറ്റീസ്. ഇതേപോലെ എല്ലാവരും അല്ല, ഇതേപോലെയുള്ള ചില സെലിബ്രിറ്റീസ് നമുക്ക് കാണിച്ചു തരുന്നത്.